യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് തുടർമാനമായി പഠിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് എൻ്റെ വന്ദനം ഞാൻ പിന്നെയും അറിയിക്കുന്നു. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വചനങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്, നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ലാസർ എന്ന് പറയുന്ന തൻ്റെ സഹോദരൻ്റെ വിടുതലിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആളയച്ചതായിരിക്കുന്ന മറിയുടെയും മാർത്തയുടെയും ജീവിതത്തിൽ തുടർന്ന് കാണുവാൻ കഴിയുന്നത് താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു മറുപടി ലഭിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. അത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ അവിടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയച്ചത് കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് വന്ന് എൻ്റെ സഹോദരനെ സൗഖ്യമാക്കും, ഞങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കും എന്ന വിശ്വാസത്താലാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ, തികഞ്ഞ വിശ്വാസമുണ്ട് എങ്കിൽ അത് സംഭവിക്കുമെന്ന ആ ബോധ്യത്തോടെ, ആ പ്രാർത്ഥനയോടെ തന്നെയല്ലേ ഇവർ കർത്താവിൻ്റെ അടുക്കൽ ആളയച്ചത്. കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പാർത്തിട്ടുള്ളതാണ്, കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്, കർത്താവിൻ്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്, കർത്താവ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ കർത്താവ് കരുണയുള്ള ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരും, ഞങ്ങളുടെ അപേക്ഷ കേട്ട് മറുപടി തരും എന്ന ഉത്തമ ബോധ്യത്തോടെയല്ലേ ഈ സഹോദരിമാർ പറഞ്ഞയച്ചത് വ്യക്തികളെ. തൻ്റെ സഹോദരൻ്റെ വിടുതലിന് വേണ്ടി അവർ അപേക്ഷിച്ചപ്പോൾ, വിവരം അറിയിച്ചപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഒരു നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമായി നമുക്ക് തോന്നും, അല്ലേ? ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വിശ്വാസത്തോടെ, തികഞ്ഞ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തോടെ കർത്താവിനോട് അപേക്ഷിച്ചിട്ട് നാം പ്രതീക്ഷിച്ചതുപോലെ മറുപടി ലഭിക്കാതെ നമുക്ക് നിരാശ ഉണ്ടാകാറുണ്ട്. ഇടുകൊടുക്കുക ചോറും കറിയുമെന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് സംഭവിക്കണമെന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് നമ്മൾ. എന്നാൽ അങ്ങനെ നാം ആഗ്രഹിക്കുന്ന പോലെ നാം പറയുന്ന സമയത്ത് എല്ലാ കാര്യവും സാധിപ്പിക്കുന്ന നമ്മുടെ ഒരു വേലക്കാരനല്ല കർത്താവ്. പിന്നെയോ നമുക്ക് വേണ്ടത് എന്തെന്നറിഞ്ഞ് വരും വരായികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയാവുന്ന കർത്താവിന് ഈ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട് എന്നറിയണം. കർത്താവ് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു സമയമുണ്ട്. മാർത്തയും മറിയയും ആഗ്രഹത്തോടെ കാത്തിരുന്നപ്പോൾ ആ സമയത്തല്ല ദൈവം പ്രവർത്തിച്ചത്. ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അനവധി വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച സമയത്തൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കൊണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. ഇവിടെ ലാസറിനെയും മാർത്തയെയും മറിയയെയും സ്നേഹിച്ച കർത്താവിനെയാണ് കാണുവാൻ കഴിയുന്നത്. സ്നേഹിച്ചു എങ്കിലും ഈ വാർത്ത കേട്ട ആ സ്ഥലത്ത്, താനായിരുന്ന അതേ സ്ഥലത്ത്, അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി എന്നില്ല, അവിടെ തന്നെ 2 ദിവസം കൂടി പാർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോവികാരങ്ങളെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ ജയപരാജയങ്ങളെയും അപഗ്രഥിച്ച് നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി എങ്ങനെ, എപ്പോൾ, ഏത് വിധത്തിൽ പ്രവർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവിന് അറിയാം. നമ്മൾ കർത്താവിനോട് അവിശ്വാസം പ്രകടിപ്പിക്കല്ലേ? ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോഴും കർത്താവിനെ തള്ളിക്കളയല്ലേ? കർത്താവിൻ്റെ പാദപീഠത്തിൽ തന്നെ വീഴുക. കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ ഉത്തമ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശബ്ദം കേട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. നിശ്ചയമായും കർത്താവിൻ്റെ വിടുതൽ അറിയാം. ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.